ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വർഷത്തെ ഫസ്റ്റ് ഹാർവെസ്റ്റിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഏകദേശം 7-8 മാസത്തോളം തീറ്റ കൊടുത്ത് വളർച്ച എത്തിയ മീനെയാണ് ഞങ്ങൾ പിടിക്കുന്നത്. വീഡിയോ ഒന്ന് നമുക്ക് കണ്ടിട്ട് വന്നാലോ. ഇപ്പം മീൻ പിടിക്കാനായിട്ട് വലക്കാർ വന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ വല തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. വല ജോയിൻ ചെയ്ത് ഫുൾ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലാണ് അവർ വല നീട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം 2 പേര് കരയ്ക്ക് നിന്ന് വല കുരുങ്ങാതെ അഴിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നീട് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ജോയിൻ ചെയ്ത വല കുളത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എത്തിച്ച് ഫുൾ കുളത്തിൻ്റെ 2 സൈഡും വഴി വളരെ ശ്രമകരമായ രീതിയിൽ ഒരൊറ്റ മീൻ പോലും പോകാതെ ചേർത്തെടുത്താണ് കൊണ്ടുവരുന്നത്. ഇടയ്ക്കൊക്കെ തടസ്സങ്ങളൊക്കെ വരും. അതായത് ഈ വലിച്ചുകൊണ്ട് വരുന്ന ടൈമിൽ ഓലയൊക്കെ കുളത്തിൽ വീണിട്ടൊക്കെ ഉണ്ടാവും. അപ്പം ആ സമയത്ത് ഈ വലിച്ചുകൊണ്ട് വരുന്ന വല ഒരു സൈഡ് കെട്ടിയിട്ടിട്ട് അത് ഓലയൊക്കെ നീക്കം ചെയ്തിട്ടാണ് പിന്നീട് അവർ മീനെയൊക്കെ പിടിച്ച് വല അടുപ്പിച്ചുകൊണ്ട് വരുന്നത്. ഇപ്പോൾ ഏകദേശം 1/4 ഭാഗത്തോളം കവർ ചെയ്ത് എത്താറായിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോഴേക്കും കാണാം. അവസാന നിമിഷം എത്തുമ്പോഴേക്കും കുറച്ച് ശ്രദ്ധ വേണം. അതായത് അത്രയും ഏരിയയിൽ കിടന്ന മീനെല്ലാം കൂടെ ഈ ചുരുങ്ങിയ സ്ഥലത്തേക്ക് കൊള്ളിച്ചുകൊണ്ടാണ് കൊണ്ടുവരുന്നത്. അപ്പം ചെറിയ വിടവ് കിട്ടിയാൽ പോലും ഇതിന് പുറത്ത് ചാടാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. അത്ര ഏരിയയിലെ മീനുകളെല്ലാം കുളത്തിൻ്റെ ബണ്ടിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പം വലയിലാക്കിയ മീനെല്ലാം കൂടെ നമ്മൾ പെറുക്കിയിടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ റെഡ് ബെല്ലി, വാള തുടങ്ങിയ മത്സ്യങ്ങളാണ് ഇട്ടേക്കുന്നത്. പിന്നെ കട്ടള, രോഹു തുടങ്ങിയ മത്സ്യങ്ങളൊക്കെ ഉണ്ട്. ഈ വാള ഒഴികെയുള്ള മത്സ്യങ്ങൾക്ക് ഈ ഓക്സിജൻ്റെ പ്രശ്നമൊക്കെ വരും. അപ്പം ആ പ്രശ്നം കാരണം ഞങ്ങളിവിടെ ഓക്സിജൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പമ്പ് സജ്ജീകരണം ചെയ്തിട്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോഴേക്കും കാണാം. ഇപ്പോൾ അവർ വാളയാണ് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുന്നത്. ചെറുതും വലുതുമായ മത്സ്യങ്ങളാണ് ഇതിൽ കിടക്കുന്നത്. അപ്പം വലുത് മാത്രമാണ് അവർ വിൽപ്പനയ്ക്കായിട്ട് എടുക്കുന്നുള്ളൂ. ഏകദേശം 1 കിലോ തൊട്ട് മേൽപോട്ടുള്ള മത്സ്യങ്ങളാണ് അവരെടുക്കുന്നത്. വലുതിനെയാണ് കരയ്ക്കോട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ചെറുതിനെ കുളത്തിലേക്ക് തന്നെ എറിയുന്നുമുണ്ട്. നോക്കുമ്പോഴേക്കും കാണാം. എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ പിടിച്ചെടുക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയ്ക്ക് പരിചയസമ്പന്നമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെ ഇങ്ങനെ പിടിക്കാനൊക്കെയുള്ള ഇതേ ഉള്ളൂ. ഇപ്പം ആദ്യത്തെ വലയിലെ എല്ലാം തീർന്നു. അപ്പോൾ ഇനി അടുത്ത് വലിച്ചുകൊണ്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒറ്റയടിക്ക് ഇതിനെ പിടിച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഒന്നിച്ച് കൊണ്ടുവരുമ്പോൾ മീനെന്തെങ്കിലും ഡാമേജ് വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അവർ. പിന്നെന്ന് വെച്ചാൽ ബാക്കി കുറച്ച് വലയിൽ കിടക്കുവാണല്ലോ. അപ്പം വലയിൽ കിടക്കുന്നത് അവർ കുറച്ച് ലൂസാക്കി കുറച്ച് പേരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ടൈറ്റ് ആയാൽ മീൻ ചത്തുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബോക്സ് എല്ലാം ഏകദേശം ഫിറ്റായി. ഇനി അത് തൂക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണിപ്പം കാണുന്നത്. ഇനിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കണം. അപ്പോൾ നമുക്കിവിടെ വണ്ടി സൗകര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടുത്തെ വള്ളത്തേലാണ് കയറ്റി അക്കരെ ഇറക്കി ലോറിയിലാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പം ഞങ്ങളിത് മൊത്തം ഒന്നും പിടിക്കുന്നില്ല. കാരണം വലുത് മാത്രം, ചെറുതിനെ നമ്മൾ കുളത്തിലേക്ക് എറിഞ്ഞല്ലോ. പിന്നെ അടുത്ത പാർട്ടിൽ അടുത്ത വീഡിയോ ആയി കാണാം. അപ്പം ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.